അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരച്ഛനമ്മയ്ക്കു പിറന്ന മക്കൾ ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, തിരുനാഥന്റെ മുറ്റത്ത് വിളഞ്ഞു നിൽക്കും നവമുന്തിരി കൊത്ത മനുഷ്യ മൃഗം. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട SKSSFന്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ മറ്റൊരു വാർഷിക പുലരി നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ പ്രിയപ്പെട്ട ആത്മപ്രസ്ഥാനം അതിന്റെ ശാഖാതലങ്ങളിൽ ഫ്രീഡം സ്ക്വയറുകൾ തീർക്കുകയാണ്. ഈ വർഷത്തെ ഫ്രീഡം സ്ക്വയറിൽ ചർച്ച ചെയ്യുന്ന പ്രമേയം സ്വാതന്ത്ര്യം പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ സ്വാതന്ത്ര്യ തലേന്ന് അർദ്ധരാത്രി പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സ്നേഹ സമത്വ സാഹോദര്യത്തിന്റെ ത്രിവർണ്ണ പതാക മൂവർണ്ണക്കൊടി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ആഢ്യ മനോഭാവത്തിന്റെ പ്രതീകമായിരുന്ന യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാക താഴേക്ക് വലിച്ചിട്ടിട്ട് നെഹ്റു നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് ചരിത്രത്തിൽ. ഇന്ത്യ ഉണരുകയാണ്, നീണ്ട നൂറ്റാണ്ടുകളുടെ തമസ്സിൽ നിന്ന് പുതിയ സ്വാതന്ത്ര്യ ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് തുടങ്ങുന്ന വളരെ ധീരോദാത്തമായ ഒരു പ്രഭാഷണം കേട്ട് അവിടെ കൂടിയിരുന്ന ചെങ്കോട്ടയിലെ ഇന്ത്യക്കാർ കണ്ണീർ വാർത്തു, പതിനായിരങ്ങൾ എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ രാജ്യം അനുഭവിക്കുന്ന നിർണായകമായ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദി മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് സെക്യുലറിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് കൺട്രി ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന ഭാരതാംബയുടെ മണ്ണിൽ പോലും തൊലിയുടെ നിറം നോക്കിയിട്ടും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന വല്ലാത്തൊരു ഊശ്വരമായ പ്രതിസന്ധിയുടെ കാലത്താണ്, ഏറെ സന്ദേഹങ്ങളുടെ കാലത്താണ് ഈ പ്രമേയം ചർച്ചയാകുന്നത്. മൾട്ടി കൾച്ചറലിസം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഇന്ത്യക്ക് ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത് എല്ലാ മതങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യക്കുള്ളത്. അതിന്റെ ആരംഭം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അതിന്റെ പ്രിയാമ്പിളിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരു മുസൽമാന് അവന്റെ ആത്മനഗരമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദിയിലില്ലാത്ത, ഒരു ക്രിസ്ത്യാനിക്ക് റോമിലില്ലാത്ത, ഒരു ഹൈന്ദവന് നേപ്പാളിലില്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന ഓരോ മതവിശ്വാസിക്കും വകവെച്ച് നൽകുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ 19-ാം അനുച്ഛേദത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. 21-ാം അനുച്ഛേദത്തിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. 23, 24 അനുച്ഛേദങ്ങളിൽ ചൂഷണത്തിനെതിരെയുള്ള സകലമാന ചൂഷണങ്ങൾക്കുമെതിരെയുള്ള അതിനെക്കുറിച്ച് അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിക്ക് വേണ്ടി അത് മൗലികാവകാശമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന ഏട്ടിലെ പശു മാത്രമാണ് എന്നാണ് നീതി നിലവിളിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. ഇന്ത്യയിലെ പ്രബലമായ ഒരു ജനസമൂഹത്തെ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് വെട്ടിമാറ്റി ഈ രാജ്യത്തെ പുനർനിർവചിക്കാനുള്ള ആലോചന പൗരത്വ ഭേദഗതി എന്നതുകൊണ്ട് അത് കേവലം ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ. അതൊരു ടൂളാണ്. രാജ്യം ഭരിക്കുന്നവർ വിഭാവനം ചെയ്യുന്ന രാഷ്ട്ര സംവിധാനത്തിന്റെ നാഗരികതയുടെ നിർവചനങ്ങളിൽ ജനാധിപത്യം എന്ന് പറയുന്ന പദമേ ഇല്ല. മതേതരത്വം എന്നുള്ളത് അന്യമാണ്. സോഷ്യലിസം എന്നത് വിദേശ ടെർമിനോളജി ആയിട്ടാണ് അവർ കാണുന്നത്. അവർ ആഗ്രഹിക്കുന്നത്, അവർ ആലോചിക്കുന്നത് ഒരു രാജ്യഘടന, ഒരു കാസ്റ്റ് റിപ്പബ്ലിക്, ഒരു ഭരണഘടനയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ കാസ്റ്റ് റിപ്പബ്ലിക്, ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ഒരു ജാതി വ്യവസ്ഥ ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മറ്റു ഇതര ന്യൂനപക്ഷങ്ങളോട് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഒഴിഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് അവരുടെ ലക്ഷ്യത്തിന്റെ കാതൽ. ഇന്ത്യ അങ്ങനെ ഏകോന്മുഖമായ ഒരു ദേശീയതയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ ബഹുസ്വരമാണ്, യുണൈറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതാണ് ഭാരതാംബയുടെ മുദ്രാവാക്യം. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുണ്ടാകാം, വ്യത്യസ്ത വേഷം ധരിക്കുന്നവരുണ്ടാകാം, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, വ്യത്യസ്ത ഇസങ്ങളുള്ള, വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം. എല്ലാവരും ചേർന്നിരിക്കുമ്പോഴാണ് ഭാരതാംബയുടെ മണ്ണ് പുഷ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയാണ്, ഇത് സ്വാതന്ത്ര്യ ഭാരതമാണ് എങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സൗഭാഗ്യം സർവ്വജനങ്ങളും അനുഭവിക്കേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ അത് അനുഭവിക്കുന്നുണ്ടോ? മതത്തിന്റെ പേരിലുള്ള പൗരത്വ നിഷേധങ്ങൾ ഇല്ലാതിരിക്കേണ്ടതില്ലേ? ഇതൊരു സ്വാതന്ത്ര്യ രാജ്യമാണെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളായിരിക്കണ്ടേ? മതേതരത്വവും ഫെഡറലിസവും സംവരണവും സംരക്ഷിക്കപ്പെടണ്ടേ?
ജീവിക്കുന്നതിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനൊക്കെ തുല്യ അവകാശം നൽകണ്ടേ? അതുപോലെ തന്നെ ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങളുടെ പേരിലുള്ള വിവേചനങ്ങൾ പാടില്ല എന്ന ഭരണഘടനയിലെ 21-ാം വകുപ്പ് അനുസരിക്കപ്പെടേണ്ടേ? ഏവർക്കും തുല്യമായ നിയമ സംരക്ഷണം നൽകപ്പെടണം. അല്ല എങ്കിൽ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് SKSF എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള മതവിദ്യാർത്ഥി പ്രസ്ഥാനം ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ രാജ്യം ഭരണഘടനയിൽ അധിഷ്ഠിതമായി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ സമരങ്ങൾ തുടരണമെന്ന സന്ദേശമാണ് ഈ പ്രമേയം വിളിച്ചോതുന്നത്. ഇന്ത്യയുടെ ആധാരം ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ആധാരശിലയായി വർത്തിക്കേണ്ടുന്ന മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നവർക്കെതിരെ സമര പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഈ പ്രമേയത്തിലൂടെ SKSF വിളിച്ചു പറയാനുള്ളത്. സ്നേഹ സമത്വ സാഹോദര്യത്തിന്റെ നല്ല നാളുകൾ, നല്ലൊരു ഭാരതാംബ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.